തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരി മരണപ്പെട്ടു. കുന്നിക്കോട് ജാസിം മൻസിലിൽ നിയ ഫൈസലാണ് മരണപ്പെട്ടത്. തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് കുട്ടിയുടെ മരണം സംഭവിച്ചത്. നിയ ഫൈസലിന്റെ അമ്മയ്ക്ക് ക്വാറന്റൈൻ നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുവാനോ മൃതദേഹം വീട്ടിലെത്തിക്കുവാനോ പൊതുദർശനം വയ്ക്കുവാനോ കഴിയില്ല. തുടർന്ന് പുനലൂർ ആലഞ്ചേരി മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ ഖബറടക്കി. കഴിഞ്ഞ മാസം 8-ാം തീയതിയാണ് കുട്ടിയെ നായ കടിച്ചത്. വീടിന്റെ ഉമ്മറത്തിരിക്കുകയായിരുന്നു നിയ ഫൈസൽ. ഈ സമയം മുറ്റത്തുണ്ടായിരുന്ന താറാവിനെ പിടിക്കാൻ വേണ്ടി തെരുവുനായ വന്നപ്പോൾ അതിനെ ഓടിക്കാൻ നോക്കുകയും തുടർന്ന് നായ കുട്ടിയുടെ ദേഹത്തേക്ക് ചാടി വീണ് കടിക്കുകയുമായിരുന്നു. നായയുടെ ഒരു പല്ല് ആഴത്തിൽ പതിഞ്ഞ രീതിയിലായിരുന്നു മുറിവ്. ഉടൻ തന്നെ കാരസോപ്പിട്ട് മുറിവ് നന്നായി കഴുകുകയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് വാക്സിൻ എടുക്കുകയും ചെയ്തിരുന്നുവെന്ന് കുട്ടിയുടെ മാതാവ് വ്യക്തമാക്കി. IDRV ഡോസും അന്ന് തന്നെ ആൻറ്റി റാബിഡ് സിറവും നൽകിയിരുന്നു. പിന്നീട് 3 തവണ കൂടി IDRV നൽകി. ഇതിൽ മെയ് 6-ന് ഒരു ഡോസ് മാത്രമാണ് ബാക്കി ഉണ്ടായിരുന്നത്. ഇതിനിടെ ഏപ്രിൽ 28-ന് കുട്ടിക്ക് പനി ബാധിക്കുകയും തുടർന്ന് നടന്ന പരിശോധനയിൽ പേവിഷബാധയേറ്റെന്ന് മനസ്സിലാവുകയും ചെയ്തു. ഇതോടെ മാതാപിതാക്കൾ കുട്ടിയെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. പിന്നാലെ ആരോഗ്യസ്ഥിതി മോശമായതോടെയാണ് തിരുവനന്തപുരം SAT ആശുപത്രിയിൽ എത്തിച്ചത്. SAT ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്.